SSLC മാത്സ് ഫസ്റ്റ് ചാപ്റ്റർ സമാന്തര ശ്രേണികൾ അഥവാ അരിത്മെറ്റിക് സീക്വൻസ്. നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ പോകുന്നത് SSLC വിദ്യാർത്ഥികൾക്ക് എല്ലാവർക്കും ഉപകാരപ്രദമാകുന്ന ഈ ചാപ്റ്ററിലെ ബേസിക് ഇക്വേഷൻസ് ആണ്. ആദ്യമായി ഒരു സമാന്തര ശ്രേണിയുടെ അഥവാ അരിത്മെറ്റിക് സീക്വൻസിൻ്റെ പൊതുവ്യത്യാസം കോമൺ ഡിഫറൻസ് എങ്ങനെ കണ്ടുപിടിക്കാം. കോമൺ ഡിഫറൻസിനെ D എന്ന് ഡിനോട്ട് ചെയ്യാം. അങ്ങനെയാണെങ്കിൽ D ഈസ് ഈക്വൽ ടു x2 മൈനസ് x1. അതായത് ഒരു സമാന്തര ശ്രേണിയിലെ രണ്ടാം പദത്തിൽ നിന്നും ആദ്യ പദം മൈനസ് ചെയ്താൽ പൊതുവ്യത്യാസം അഥവാ കോമൺ ഡിഫറൻസ് കിട്ടും. മനസ്സിലായില്ലേ? D ഈസ് ഈക്വൽ ടു x2 മൈനസ് x1. ഇനി നമ്മുടെ ക്വസ്റ്റ്യനിൽ ടേമും പൊസിഷനുമാണ് തന്നിട്ടുള്ളതെങ്കിൽ കോമൺ ഡിഫറൻസ് കാണാൻ D ഈസ് ഈക്വൽ ടു ടേം ഡിഫറൻസ് ഡിവൈഡഡ് ബൈ പൊസിഷൻ ഡിഫറൻസ്. നമ്മുടെ ചോദ്യത്തിൽ പദവും സ്ഥാനവുമാണ് തന്നിട്ടുള്ളതെങ്കിൽ പൊതുവ്യത്യാസം കാണാൻ പദവ്യത്യാസം ബൈ സ്ഥാനവ്യത്യാസം. D ഈസ് ഈക്വൽ ടു പദവ്യത്യാസം ബൈ സ്ഥാനവ്യത്യാസം. അപ്പോൾ കോമൺ ഡിഫറൻസ് കാണുവാനുള്ള രണ്ട് മെത്തേഡുകളും നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനി അടുത്ത ഇക്വേഷനിലേക്ക് പോകാം. നെക്സ്റ്റ്, ബീജഗണിത രൂപം, അതായത് ആൾജിബ്രിക് ഫോം. ഇക്വേഷൻ xn ഈസ് ഈക്വൽ ടു dn പ്ലസ് f മൈനസ് d. ഒന്നുകൂടി ശ്രദ്ധിക്കുക. xn ഈസ് ഈക്വൽ ടു dn പ്ലസ് f മൈനസ് d. അതായത് d ഇൻറ്റു n പ്ലസ് ഫസ്റ്റ് ടേം മൈനസ് കോമൺ ഡിഫറൻസ്. ഒരു പ്രാവശ്യം കൂടി പറയാം. ബീജഗണിത രൂപം xn സമം dn പ്ലസ് f മൈനസ് d. അതായത് d ഇൻറ്റു n പ്ലസ് ആദ്യ പദം മൈനസ് പൊതുവ്യത്യാസം. ബീജഗണിത രൂപം കാണാൻ നിങ്ങൾക്ക് മനസ്സിലായില്ലേ? നെക്സ്റ്റ്, പദങ്ങളുടെ എണ്ണം അഥവാ നമ്പർ ഓഫ് ടേംസ് n ഈസ് ഈക്വൽ ടു xn മൈനസ് x1 ഓൾ ഡിവൈഡഡ് ബൈ d പ്ലസ് 1. xn മീൻസ് ലാസ്റ്റ് ടേം, അതായത് അവസാന പദം, മൈനസ് ആദ്യ പദം, ഡിവൈഡഡ് ബൈ കോമൺ ഡിഫറൻസ് പ്ലസ് 1. മനസ്സിലായില്ലേ? നെക്സ്റ്റ് ഇക്വേഷൻ. ഇനി ഒരു അരിത്മെറ്റിക് സീക്വൻസിൻ്റെ മിഡിൽ ടേം അഥവാ മധ്യപദം കണ്ടുപിടിക്കാൻ തുകയെ എണ്ണം കൊണ്ട് ഹരിക്കുക. സമ്മ് ഡിവൈഡഡ് ബൈ നമ്പർ. നെക്സ്റ്റ് ഇക്വേഷൻ, സം ഓഫ് നാച്ചുറൽ നമ്പേഴ്സ് അഥവാ എണ്ണൽ സംഖ്യകളുടെ തുക n ഇൻറ്റു n പ്ലസ് 1 ബൈ 2. എണ്ണൽ സംഖ്യകളുടെ തുക കാണാൻ n ഇൻറ്റു n പ്ലസ് 1 ഡിവൈഡഡ് ബൈ 2. ഇനി ഈ ചാപ്റ്ററിലെ പ്രധാനപ്പെട്ട ലാസ്റ്റ് ഇക്വേഷൻ, ടേംസിൻ്റെ സം കാണുവാൻ, പദങ്ങളുടെ തുക കാണുവാൻ n/2 ഇൻറ്റു x1 പ്ലസ് xn. ഒരു പ്രാവശ്യം കൂടി പറയാം. ടേംസിൻ്റെ സം കാണുവാൻ അഥവാ പദങ്ങളുടെ തുക കാണുവാൻ n/2 ഇൻറ്റു x1 പ്ലസ് xn. ഈ ചാപ്റ്ററിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഇക്വേഷനുകളാണ് ഞാനിവിടെ പറഞ്ഞത്. ഇതെല്ലാം ശ്രദ്ധിച്ച് നോട്ട്ബുക്കിലേക്ക് പകർത്തി എഴുതി നന്നായിട്ട് പഠിക്കാം.